മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवसे हे चण्डमुण्डार्दिने निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भावहे सुम्भध्वंसिनि संहराशु दुरितं दुर्गे നമസ്തേംബികേ. രക്തബീജന്റെ വധം കഴിഞ്ഞു ദേവീമാഹാത്മ്യത്തിൽ. ഇനി സുംഭനിസുംഭന്മാരുടെ പുറപ്പാടാണ്. ഋഷിയോട് രാജാവ് പ്രത്യേകിച്ച് ചോദിച്ചു, ഈ സുംഭനിസുംഭന്മാരെന്താണ് കോപിച്ച് ചെയ്തത്? രക്തബീജനെയും അല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള കുറേ സൈന്യങ്ങളെയും ദേവി മാതാക്കളും ചേർന്ന് വധിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ സുംഭനിസുംഭന്മാർ കോപികളായിട്ടുള്ള അവർ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചതിന് സമാധാനമായിട്ടാണ് പറയണം. തസ്യ അഗ്രതസ്തഥാ പൃഷ്ഠേ പാർശ്വയോശ്ച മഹാസുരാ സന്തുഷ്ടോഷ്ടപുടാ ക്രുദ്ധാ ഹന്തും ദേവീമുപായയോ. സുംഭനും നിസുംഭന്മാരും പുറപ്പെട്ടു എന്ന് പറഞ്ഞു, യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. ആ സുംഭൻ്റെ മുൻപിൽ ആദ്യം നിസുംഭനാണ് യുദ്ധത്തിന് ആദ്യം പുറപ്പെട്ടത്. ആ നിസുംഭൻ്റെ ഒപ്പം തസ്യ അഗ്രതഃ മുമ്പിലും തഥാ പൃഷ്ഠേ അപ്രകാരം തന്നെ പുറകിലും പാർശ്വയോഹോ ഇരുഭാഗങ്ങളിലും മഹാസുരാഹ വളരെയധികം അസുരന്മാര് ഈ നിസുംഭന്റെ മുമ്പിലും പുറകിലും പാർശ്വങ്ങളിലും രണ്ട് ഭാഗത്തും ആയിട്ടൊക്കെ നിറച്ച അസുരന്മാരുണ്ടായിരുന്നു. ധാരാളം അസുരന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടു വന്നു എന്നാണ്. സന്തുഷ്ടോഷ്ടപുടാഹ എങ്ങനെയാണ്? ഓഷ്ടപുടങ്ങൾ ചുണ്ടും കടിച്ചുകൊണ്ട്, കോപം കൊണ്ട് ചുണ്ട് കടിച്ച്, ക്രുദ്ധാഹ ക്രുദ്ധന്മാരായിട്ട് ചുണ്ട് കടിച്ചുകൊണ്ട്, ഹന്തും ദേവീമുപായയുഹു ദേവിയെ വധിക്കാനായിട്ട് ഒരുങ്ങി പുറപ്പെട്ടും കൊണ്ട് ഈ നിസുംഭനും അനവധി അസുര സൈന്യങ്ങളും കൂടി എത്തി എന്നാണ്. ആജഗാമ മഹാവീര്യ സുംഭോപി സ്വബലൈർവൃത നിഹന്തും ചണ്ഡികം കോപാത് കൃത്വായുദ്ധം തു മാതൃഭി. ആജഗാമ മഹാവീര്യ സുംഭ അപി മഹാവീര്യനായിട്ടുള്ള സുംഭനും വന്നു എന്നാണ്. എന്തിന്? സ്വബല എങ്ങനെയാണ് വന്നത്? സ്വബലൈർ വൃത തൻ്റെ സൈന്യങ്ങളാൽ, സ്വബലൈഹി തൻ്റെ സൈന്യങ്ങളാൽ, വൃത ചുറ്റപ്പെട്ടുകൊണ്ട്, സൈന്യങ്ങൾ അനവധി സൈന്യങ്ങളോടുകൂടി സുംഭൻ നിസുംഭൻ അനവധി സൈന്യത്തോടു കൂടിയാണ് വന്നത്. സുംഭന് മാതിരെ നിജേർ ബലൈഹി വൃത തൻ്റെ ബലങ്ങളോടുകൂടി, തൻ്റെ സൈന്യങ്ങളോടുകൂടി സുംഭനും എത്തി എന്നാണ്. നിഹന്തും ചണ്ഡികാം എന്തിനു വേണ്ടിയിട്ട്? ചണ്ഡികാം നിഹന്തും ചണ്ഡികയെ വധിക്കാൻ വേണ്ടി, ദേവിയെ വധിക്കാൻ വേണ്ടിയിട്ട് നിസുംഭനും കൃത്വായുദ്ധം തു മാതൃഭിഹി മാതാക്കളോടും യുദ്ധം ചെയ്ത് ദേവിയെ വധിക്കാനായിട്ട് നിസുംഭനും അനവധി സൈന്യങ്ങളോടുകൂടി എത്തി എന്നാണ്. തതോ യുദ്ധമതീവാസീത് ദേവ്യാ സുംഭനിസുംഭയോ ശരവർഷമതീവോഗ്രം മേഘയോരിവർഷതോ. തതഃ അനന്തരം യുദ്ധം അതീവ ആസീത്, അതീവ യുദ്ധം ആസീത് അത്യധികമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. ആര് തമ്മിലാണ്? ദേവ്യാഹ സുംഭനിസുംഭയോ ദേവിയും സുംഭനിസുംഭന്മാരും തമ്മിൽ. സുംഭനിസുംഭന്മാരൊരു ഭാഗത്ത്, ദേവി മറുഭാഗത്ത്. അങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി എന്നാണ്. എങ്ങനെ? ശരവർഷം അതീവ ഉഗ്രം, ഉഗ്രം ശരവർഷം വർഷത്തോഹോ ഉഗ്രമായിട്ടുള്ള ശരവർഷം തന്നെ വർഷിക്കുന്നതായിട്ട്. ഇങ്ങനെ അതീവ ഉഗ്രം അത്യധികം ഉഗ്രമായിട്ടുള്ള ശരവർഷം രണ്ട് ഭാഗത്തു നിന്നും ദേവിയും അതേമാതിരി സുംഭനിസുംഭന്മാരും അത്യധികം ശരവർഷം ചൊരിഞ്ഞുകൊണ്ട് യുദ്ധം ഉണ്ടായി എന്നാണ്. മേഘയോരിവ വർഷത്തോഹോ രണ്ട് മേഘങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് പോലെ, രണ്ട് മേഘങ്ങളും വർഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നത് പോലെ ഇവർ തമ്മിൽ ശരങ്ങൾ വർഷിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള യുദ്ധം ഉണ്ടായി എന്നാണ്. ശരവർഷം അതീവോഗ്രം മേഘയോരിവ വർഷത്തോഹോ വർഷിക്കുന്നതായിട്ടുള്ള രണ്ട് മേഘങ്ങളെ പോലെ ഈ സുംഭനിസുംഭന്മാരും ദേവിയും തമ്മിൽ അതിഘോരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി എന്നാണ്. ചിച്ഛേദാസ്താൻ ചരാൻ സ്ഥാഭ്യം
ചണ്ഡികാ സ്വശരോത്കരൈः താടയാമാസ ചാംഗേഷു ശസ്ത്രൗഘൈരസുരേശ്വരൗ ചിച്ഛേദ അസ്താൻ ശരാൻ താഭ്യാം എന്നാണ് അവിടെ പദം മുറിക്കുമ്പോൾ. ചിച്ഛേദ ഛേദിച്ചു, അസ്താൻ അയക്കപ്പെട്ടതായ അസ്ത്രങ്ങൾ, അയക്കപ്പെട്ടതായിട്ടുള്ള അസ്ത്രങ്ങൾ. ചിച്ഛേദ അസ്താൻ ശരാൻ താഭ്യാം, താഭ്യാം അസ്താൻ ശരാൻ എന്നാണ് പദം അന്വയം വരിക. താഭ്യാം അവരാൽ, അതായത് സുംഭനിസുംഭന്മാരാൽ, അസ്താൻ അയക്കപ്പെട്ടതായ ശരാൻ ശസ്ത്രങ്ങളെ ചണ്ഡിക ദേവി സുശരോത്കരൈഹി തൻ്റെ അതിധാരാളമായിട്ടുള്ള ശരങ്ങളെ കൊണ്ട്, ശരോത്കരൈഹി ശരസമൂഹം കൊണ്ട്, ഉത്കരം വെച്ചാൽ കൂട്ടം തന്നെയാണ് അർത്ഥം. ശരോത്കരൈഹി തൻ്റെ ശരസമുദ്രങ്ങളെ, വർഷങ്ങളെ കൊണ്ട്, തൻ്റെ ശരസംഘങ്ങളെ കൊണ്ട്, സമൂഹങ്ങളെ കൊണ്ട് ദേവി അതൊക്കെ മുറിച്ചു. അവർ അയച്ചതായിട്ടുള്ള ആ അസ്ത്രങ്ങളെ മുഴുവൻ ദേവി തൻ്റെ ശരങ്ങളെ കൊണ്ട് ഖണ്ഡിച്ചു, ഛേദിച്ചു എന്നാണ്. ചിച്ഛേദ അസ്താൻ ശരാൻ താഭ്യാം, ശരാൻ സ്ഥാഭ്യാം, അവിടെ പദം ശരാൻ താഭ്യാം എന്നൊക്കെയാണ്. ചണ്ഡിക സ്വശരോത്കരൈഹി, ചണ്ഡിക തൻ്റെ സമൂഹങ്ങളെ കൊണ്ട് അവർ അയച്ചതായിട്ടുള്ള, അവർ രണ്ടുപേരും, താഭ്യാം അവരാൽ, രണ്ടുപേരുവരാലും ദ്വിവചനാണ്, അയക്കപ്പെട്ടതായ ശരങ്ങളെ ദേവി മുറിച്ചു. സ്വശരോത്കരൈഹി താടയാമാസ ചാംഗേഷു ശസ്ത്രൗഹൈഹി അസുരേശ്വരൗ എന്ന് മാത്രമല്ല, താടയാമാസ അവരെ താടിക്കുകയും ചെയ്തു, അവരെ താടിച്ചു എന്നാണ് പറഞ്ഞത്. എങ്ങനെ? സ്വശരോത്കരൈഹി അല്ല, അംഗേഷു ശസ്ത്രൗഹൈഹി ശസ്ത്രൗഹങ്ങളെ കൊണ്ട്, തൻ്റെ ആയുധ സമൂഹങ്ങളെ കൊണ്ട് അവരുടെ ശരീരങ്ങളിൽ മുറിവയ്പ്പിക്കുകയും താടിക്കുകയും ചെയ്തു എന്നാണ്. അസുരേശ്വരവും, ആ അസുരേശ്വരന്മാരുടെ അംഗേഷു അംഗങ്ങളിൽ, ശസ്ത്രൗഘൈഹി തൻ്റെ ശസ്ത്രസമൂഹങ്ങളെ കൊണ്ട്, പാടയാമാസച്ച പാടിക്കുകയും ചെയ്തു ദേവി എന്നാണ്. നിസുംഭോ നിശിതം ഖഡ്ഗം ചർമ്മചാദായ സുപ്രഭം അപാടയൻ മൂർധനിശംഭം ദേവ്യാവാഹനമുത്തമം. ആ സമയത്ത് നിസുംഭൻ നിശിതം ഖഡ്ഗം ചർമ്മച ആദായ, നിശിതമായിട്ടുള്ള ഖഡ്ഗവും അതിമൂർച്ചയുള്ളതായിട്ടുള്ള ഖഡ്ഗവും വാളും, ചർമ്മവും എടുത്തുകൊണ്ട്, ചർമ്മച ആദായ ചർമ്മവും എടുത്തുകൊണ്ട്, ഇങ്ങനെയുള്ള ചർമ്മമാണ് സുപ്രഭം, നല്ല ശോഭയുള്ള ചർമ്മവും ഖഡ്ഗവും എടുത്തുകൊണ്ട്, അതാടയത് മൂർധനി സിംഹം, മൂർധനി താടയത് സിംഹത്തിൻ്റെ മൂർധാവിൽ താടിച്ചു എന്നാണ്. തൻ്റെ വാളുകൊണ്ട് സിംഹത്തിൻ്റെ മൂർധാവിൽ, ശിരസിൽ വെട്ടി എന്നാണ്. ദേവ്യ വാഹനമുത്തമം, ഏതാണ് ആ സിംഹം എന്ന് വെച്ചാൽ ദേവിയുടെ ഉത്തമമായ വാഹനമായ സിംഹത്തിൻ്റെ, ദേവിയുടെ വാഹനമായ സിംഹത്തിൻ്റെ മൂർധാവിൽ, ശിരസിൽ അടിച്ചു വാളുകൊണ്ട് എന്നാണ്. നിസുംഭൻ അങ്ങനെ അടിച്ചു എന്ന് പറഞ്ഞ് അവിടെ പിന്നെയുള്ള നാളെ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.